ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തനാമത്തിൽ സ്നേഹവന്ദനം. 1 ദിനവൃത്താന്തം 17-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ദാവീദ് രാജാവ് യഹോവയുടെ പേടകം യെരൂശലേമിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അതിനുശേഷം അദ്ദേഹം നാഥാൻ പ്രവാചകനെ വിളിച്ച് യഹോവയ്ക്കൊരു പേടകം, ഒരു ദൈവാലയം പണിയുവാനുള്ള ആഗ്രഹം നാഥാനെ അറിയിച്ചിട്ട് ദൈവത്തോട് തന്നെ ആലോചന ചോദിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത താൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. ദൈവം അദ്ദേഹത്തെ ഇത്രമാത്രം ഉയർത്തിയതും മാനിച്ചതും അതുകൊണ്ടാണെന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിലും നമ്മളിതാണ് മാതൃകയാക്കേണ്ടത്. നാം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞറിയണം. ഇത് ദാവീദ് പറയുകയാണ്, ഞാൻ ദേവദാരു കൊണ്ടുള്ള വലിയ കൊട്ടാരത്തിൽ വസിക്കുകയാണ്. അതേസമയം എൻ്റെ ദൈവത്തിൻ്റെ ആലയം, ആ പേടകം ഒരു കൂടാരത്തിലിരിക്കുകയാണ്. അത് ശരിയല്ല. കാരണം തന്നെ ഇത്രമാത്രം വലിയവനാക്കിയതും രാജാവാക്കിയതും തന്നെ മാനിച്ചതും തനിക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത് ദൈവമാണ്. ദൈവത്തിൻ്റെ ദിവ്യമായ സാമീപ്യമാണ് ഈ പേടകത്തിലുള്ളത്. അതുകൊണ്ട് ഞാൻ ദേവദാരു കൊണ്ട് അതിമനോഹരമായി പണിത കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പേടകവും മാന്യമായ ഒരു സ്ഥലത്തിരിക്കണം. അതുകൊണ്ട് ദേവാലയം പണിയുവാനുള്ള ആഗ്രഹമുണ്ടായി. അദ്ദേഹം ആ വിവരം നാഥാൻ പ്രവാചകനെ അറിയിച്ചു. ദൈവത്തോട് ആലോചന ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. നാഥാൻ പ്രവാചകൻ ആദ്യം പറയുന്നുണ്ട്, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്, നീ ഇതൊക്കെ ചെയ്തോ. പക്ഷെ അന്ന് രാത്രി യഹോവയായ ദൈവം നാഥാനോട് പറഞ്ഞു, ദാവീദ് എനിക്ക് വേണ്ടി ഒരു ആലയം പണിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, എൻ്റെ കൂടാരം വയ്ക്കുവാൻ, എൻ്റെ പേടകം വയ്ക്കുവാൻ. ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂയാത്രയിൽ അവരുടെ കൂടെ സഞ്ചരിച്ച നാൾ മുതൽ ഇന്ന് വരെ ഞാൻ ഈ കൂടാരത്തിലാണ് വസിച്ചിട്ടുള്ളത്. അവരെ വഴി നടത്തിയതും അനുഗ്രഹിച്ചതൊക്കെ ഞാൻ എൻ്റെ സാന്നിധ്യം ഈ കൂടാരത്തിൽ വസിച്ചുകൊണ്ടാണ്. ഞാൻ വലിയ ദേവാലയം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് ദേവാലയത്തിൽ പറക്കണമെന്ന് വലിയ ആഗ്രഹവുമില്ല. അതുകൊണ്ട് നീ ദാവീദിനോട് പറയണം, ഞാൻ ദാവീദിനെ എങ്ങനെയാണ് ഞാൻ കരുതിയത്. ഒരാട്ടിടയ ബാലൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ അവനെ വിളിച്ചു, രാജാവായി അഭിഷേകം ചെയ്തു. അവൻ്റെ പ്രധാന ശത്രുവായ സൗൽ രാജാവ് പോലും ഭൂമിയിൽ നിന്ന് നീക്കപ്പെടേണ്ട സാഹചര്യമുണ്ടാക്കി. അവനെന്നെ രാജാവായി വാഴുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ അവന് നൽകിയതാണ്. അതുകൊണ്ട് അവൻ എന്നെ മാനിച്ച്, എന്നെ സ്നേഹിച്ചത് കൊണ്ടും ഞാൻ അവനെ മാനിക്കും. ഞാൻ അവൻ്റെ തലമുറയിൽ നിന്നൊരാളെ ഞാൻ എഴുന്നേൽപ്പിക്കും. അവൻ്റെ രാജ്യത്വം അന്യം നിന്ന് പോവുകയില്ല. അവൻ്റെ തലമുറകളിലൂടെ അത് അനുഗ്രഹിക്കപ്പെടും എന്ന് യഹോവയായ ദൈവം നാഥാൻ പ്രവാചകനോട് പറഞ്ഞു. നാഥാൻ ഇത് വന്ന് ദാവീദിൻ്റെ മുമ്പിൽ വന്ന ഈ കാര്യങ്ങൾ വന്ന് പറയുകയാണ്. എന്തുകൊണ്ട് ദാവീദിന് ഇത് പണിയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതാണ്. ദാവീദിൻ്റെ കൈ അല്പം രക്തം പുരണ്ടതാണ്. ബേർശേബയെ സ്വന്തമാക്കാൻ വേണ്ടി അവരുടെ ഭർത്താവായ ഊരിയാവിനെ ഹീനമായ രീതിയിൽ ഈ ദാവീദ് കൊന്നുകളയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ്. ആ രക്തം ദാവീദിൻ്റെ കരങ്ങളിലുണ്ട്. ഹീനം അല്ലെങ്കിൽ വെറും നിഷ്കളങ്കമായ ഒരു ജീവിതത്തെ ഇല്ലാതാക്കിയവൻ. അപ്പം അതുകൊണ്ട് ദാവീദിന് അത് ദൈവത്തിന് ആലയം പണിയാനുള്ള യോഗ്യത ഇപ്പോൾ ഇല്ല. എന്നാൽ അവൻ്റെ സന്തതിയുടെ കാലത്ത് ഞാനതിനുള്ള അവസരമുണ്ടാക്കും എന്ന് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നേരത്തെ വായിച്ചതാണ്. അത് ആ കാര്യം ഈ ദിനവൃത്താന്തകാരൻ ഇവിടെ രേഖപ്പെടുത്തുന്നില്ലെന്ന് മാത്രം. ബാക്കിയെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി ദാവീദിന് വേണ്ടി ഞാൻ ഒരു ഭവനം ഞാൻ പണിയും.
അവൻ്റെ തലമുറകളെ ഭൂമിയിൽ നിലനിർത്തും, അവരെ ഞാൻ അനുഗ്രഹിക്കും. ഈ കാര്യങ്ങൾ നാഥാം പ്രവാചകൻ വന്ന് ദാവീദിനടുത്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വായിക്കും, ദാവീദ് അകത്തുപോയി ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം എനിക്ക് അവസരം തന്നില്ലല്ലോ എന്നൊരു പരാതി അദ്ദേഹത്തിനില്ല. എൻ്റെ തലമുറകളെ ദൈവം മാനിക്കുന്നു, ദൈവം എന്നെ അറിയുന്നു എന്നുള്ള വലിയ ബോധ്യം ദാവീദിന് വലിയ സംതൃപ്തിയാണ്. അദ്ദേഹം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, ദൈവമേ, ഞാനും എൻ്റെ കുടുംബവും ഈ ഭൂമിയിൽ ഒന്നുമല്ലായിരുന്നു. ഒരാട്ടിടയ ബാലൻ്റെ സ്ഥാനത്ത് നിന്ന് അവിടെ നിന്ന് എന്നെ പിടിച്ചുയർത്തിയതാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടെ ദാനമാണ്. അങ്ങില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും നേടുവാൻ സാധിക്കുമായിരുന്നില്ല. അവിടുത്തെ പോലെ സ്നേഹവാനായ ദൈവം വേറെ ആരുണ്ട്, എവിടെയുണ്ട്? ഞങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിലൂടെ അത്ഭുതമായി അവിടുന്ന് വഴി നടത്തി. ഇതെല്ലാം ദാവീദ് ഇവിടെ സ്മരിച്ച ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തി ദാവീദ് ദൈവകരങ്ങൾ തന്നെ സമർപ്പിച്ച് അവിടെ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നതുപോലെ എല്ലാ തലമുറകളിലൂടെ അവിടുന്ന് പ്രവർത്തിക്കുമാറാകണം. ദൈവം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കണം, ദൈവം എല്ലാം നമ്മിലൂടെ തന്നെ നിറവേറ്റണം എന്നുള്ള ഒരു വാശി നമുക്ക് വേണ്ട. അതെല്ലാം ദൈവഹിതത്തിന് നമ്മൾ വിട്ടുകൊടുക്കുക. ദാവീദ് ആ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. നിന്റെ ഹിതം അങ്ങനെയെങ്കിൽ എൻ്റെ തലമുറകളിലൂടെ അത് സാധ്യമാകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെയും ദാവീദിൻ്റെ ജീവിതത്തിലൊക്കെ യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്രൂശുമരണത്തിൻ്റെ സമയത്ത് ഗതശമനായാലും പ്രാർത്ഥിച്ച പോലെ, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്നിൽ പൂർണ്ണമാകണമേ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. എൻ്റെ ആഗ്രഹം പോലെ, എൻ്റെ ഇഷ്ടം പോലെ അവിടുന്ന് എന്നെ പ്രവർത്തിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. ദൈവഹിതമെങ്കിൽ അത് നമ്മിലൂടെ നിറവേറ്റപ്പെടട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ തലമുറകളിലൂടെ ദൈവം അത് നിറവേറ്റും. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ സലോമോൻ്റെ കാലത്ത് അതിമനോഹരമായ ദേവാലയം പണിയപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മളിതൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദാവീദിനെ പോലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിനോട് ആലോചന ചോദിക്കുന്ന, ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു മനോഭാവം, ഒരു ജീവിതം നമുക്ക് ഈ ഭൂമിയിലുണ്ടാവണം. അപ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവസന്നിധിയിൽ മാനമുള്ളവരുമായിട്ട് മാറുന്നത്. ദാവീദിൻ്റെ കുറവുകളെക്കുറിച്ചൊക്കെ ദാവീദിനറിയാം. അതുകൊണ്ട് ദാവീദിലൂടെ ഒന്നും ദൈവത്തോടെ ഒരു ക്ലെയിമും ചെയ്യുന്നില്ല. അവൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തെന്നും അവൻ ഹീനമായി അവൻ കൊലപാതകം ചെയ്തെന്നൊക്കെ ദാവീദിനുള്ളത് വ്യക്തമായിട്ടറിയാം. ഇതൊക്കെ എൻ്റെ ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവഹിതം എന്താണോ അത് എന്നിലൂടെ നിറവേറ്റപ്പെടട്ടെ എന്നുള്ള ദാവീദിൻ്റെ സമർപ്പണം നമുക്കും മാതൃകയാക്കാം. നമുക്ക് ഒരുപാട് കുറവുകളും ബലഹീനതകളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ദൈവം നമ്മുടെ തലമുറകളിലൂടെ അനുഗ്രഹം നൽകുവാൻ, ദൈവമേ, പരിശുദ്ധാത്മാവെ ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ദാവീദിനെ പറ്റിയ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ, ദാവീദിൻ്റെ ആ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ, ദൈവത്തിനുള്ളതായ അവൻ്റെ സമർപ്പണം മാതൃകയാക്കി ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.